ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവകൃപയാൽ ഞാൻ എഴുതിയ മൂന്നാമത്തെ പുസ്തകമാണ് ലേറ്റൻറ്റ് തമ്പ് ഇംപ്രഷൻ ഓഫ് ഗോഡ്. ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു സംഗതി മനസ്സിലാകും. അതായത് ഈ ആദമിനെ സൃഷ്ടിച്ചതിന് ശേഷമുള്ള കാര്യമേ ക്രിസ്ത്യാനികൾ സാധാരണ പറയത്തുള്ളൂ. ഇതങ്ങനല്ല. പ്രീ ആഡമൈറ്റ് ഏജ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നതാണിത്. അത് കഴിഞ്ഞിട്ട് ഫോളൻ ഏഞ്ചൽസ്, അത് കഴിഞ്ഞ് സേറ്റൻ, അത് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ കരുണയാൽ ഞാൻ ഒരു ചെറിയ റിസർച്ച് നടത്തിയതിന് ശേഷമാണ് ഇതെനിക്ക് എഴുതാൻ പറ്റിയത്. എന്താണെന്ന് വെച്ചാൽ ഈനോക്കിനെ കുറിച്ച് 6 പുസ്തകങ്ങൾ മാർക്കറ്റിലുള്ളത് ഞാൻ വായിച്ചു, എല്ലാം പഠിച്ചു. പക്ഷേ ദർ ഇസ് നോ സബ്സ്റ്റൻസ് ഇൻ ദാറ്റ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇത് ആരോട് പോയി ചോദിക്കണം. പല തിരുമേനിമാരോടുമൊക്കെ, പാസ്റ്റർമാരോടും ബിഷപ്പന്മാരോടും അവരോടും ഇവരോടൊക്കെ ഞാൻ ചോദിച്ചു. പക്ഷേ അവരെല്ലാം ഉണ്ടല്ലോ, വാ തുറന്ന വിഡ്ഢിത്തമേ പറയത്തുള്ളൂ. എന്തുകൊണ്ടാണെന്ന് പറയുക, ദേ ഡോണ്ട് നോ ദി സബ്ജക്റ്റ്. ഉത്തരമുണ്ട്, പട്ടാക്കുന്ന അവർ ഉത്തരം പറയും, പക്ഷേ അവർക്ക് ഈ സബ്ജക്റ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെ ഞാൻ വളരെ ദുഃഖിതനായിട്ട് ഒരു പ്രാവശ്യം, ഇത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒരു കാര്യം നമുക്കറിയാൻ വയ്യായെങ്കിൽ എവിടെ ചെന്ന് ചോദിച്ചാൽ അത് കിട്ടുമെന്ന് ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞു തരാം. പരിശുദ്ധാത്മാവിനെ പിടിച്ചാൽ മതി. ഞാനൊരു പായെടുത്ത് നൂത്തിട്ടു, കുമ്പിട്ട് കിടന്ന് കരഞ്ഞു, കർത്താവേ, 6 പുസ്തകം ഈനോക്കിനെ കുറിച്ച് ഞാൻ വായിച്ചു, പഠിച്ചു, അതിനകത്തെങ്ങും ഒന്നുമില്ല. എനിക്കൊരു കാര്യം അറിയണം, അത് എൻ്റെ കർത്താവ് എനിക്ക് എവിടെ ചെന്നാലും എനിക്ക് കിട്ടുമെന്നൊന്ന് പറഞ്ഞു തരണമേ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ കിടന്ന് കരഞ്ഞു. ഉടനെ ഈ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരികയാണ്, ഈ അടുത്ത കാലത്ത് യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജ് ബാംഗ്ലൂരിൽ നിന്നും പെൻഷൻ പറ്റിയ പ്രിൻസിപ്പാൾ ജോണിനെ പോയി സമീപിക്കുക. ഇങ്ങനെ പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കും. ഏറ്റവും നിസ്സാരമെന്ന് തോന്നുന്ന കാര്യവും പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. ഇത് എൻ്റെ തിയോളജിക്കൽ പ്രൊഫസറാണ്. ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തു. അദ്ദേഹം എനിക്ക് ഒരു പുസ്തകം തന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ പുസ്തകത്തിൻ്റെ നിങ്ങൾ പേര് കേട്ടിട്ട് പോലും ഇല്ലെന്ന് എനിക്കറിയാം. പുസ്തകത്തിൻ്റെ പേര് അപ്പോക്രിഫ ആൻഡ് സൂഡപ്പിഗ്രാഫിയ ഓഫ് ദ ഓൾഡ് ടെസ്റ്റമെൻറ്റ്. ഓക്സ്ഫോർഡ് പബ്ലിക്കേഷനാണ്. ഒരു 5 കിലോയിൽ കൂടുതൽ വെയിറ്റുണ്ട്. ഇദ്ദേഹം ഇതെടുത്ത് എനിക്ക് തന്നു. ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് അത് പഠിച്ചു. അപ്പോൾ അതിനകത്തെ ഒരു ചാപ്റ്റർ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, കർത്താവേ, പരിശുദ്ധാത്മാവ് എനിക്ക് പറഞ്ഞു തന്ന ഇതാണ് എനിക്ക് വേണ്ടത്. എന്താ ചാപ്റ്റർ എന്നറിയാമോ? ആഡം ആൻഡ് ഈവ്. ആഡം ആൻഡ് ഈവിനകത്ത് അതുവരെ നമ്മുടെ ആൾക്കാരെല്ലാം ധരിച്ചിരുന്നത് ഹവ്വ ഒരു പഴം തിന്നു, ഗർഭിണിയായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 10 പഴം തിന്നാൽ 10 പ്രാവശ്യം നമ്മൾ ഗർഭിണിയാകുമല്ലോ. അങ്ങനല്ല. ഹവ്വ പഴം തിന്നതും അവിടെ ഗർഭവുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അവൾ വ്യഭിചാരം ചെയ്തു, അതിൽ അവൾ ഗർഭിണിയായി. ആ ഗർഭിണിയായ അവൾ പ്രസവിച്ച മകൻ്റെ പേരാണ് കൈൻ. അവൻ ആദമിൻ്റെ മകനല്ല. ഞാൻ ഇത് എഴുതിയതിന് ശേഷം ചില നല്ല പണ്ഡിതന്മാരായ ചില ഓർത്തഡോക്സ് പ്രീസ്റ്റുമായിട്ട് സംസാരിച്ച് കൊടുത്തി പറഞ്ഞു, അങ്ങനെ വേദപുസ്തകത്തിൽ എങ്ങും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു, 23 സ്ഥലത്ത് എഴുതിയിരിക്കുന്നു. 23 സ്ഥലത്ത് എഴുതിയിരിക്കുന്നു ആദമിൻ്റെ മകനല്ല കൈൻ, അവൻ പിശാചിൻ്റെ സന്തതി എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ എഴുതി വന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, കർത്താവേ, ഇത് വെളിയിൽ വരുന്നുണ്ടെങ്കിൽ ആൾക്കാർ എന്നെ കല്ലെറിഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നിരുന്നാലും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, യേശു തമ്പുരാൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എനിക്ക് തരാമോ? ഉടനെ തന്നെ തരാം. ഉടനെ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും എടുത്തില്ല. ഈ യോഹന്നാൻ്റെ സുവിശേഷം 8:44 വായിര്,
8:44 വന്ന വായിച്ച സന്ദർഭത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, പിശാചിൻ്റെ മകൻ പിശാച. അതുപോലെ വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ആദമിൻ്റെ മകൻ ശേത്ത്. ആദമിൻ്റെ മകൻ ഹാബേലെന്ന് പറഞ്ഞില്ല, കാരണം അവൻ മരിച്ചു പോയതാണ്. കയീനെന്ന് പറഞ്ഞില്ല, കാരണം അവൻ ആദമിൻ്റെ മകൻ അല്ല, ആദമിൻ്റെ മകൻ ശേത്ത്. കർത്താവേ, ഇതും എനിക്ക് കിട്ടിയപ്പോൾ മനസ്സിലായി, ദിസ് വാസ് ടോട്ട് മീ ബൈ ദ ഹോളി സ്പിരിറ്റ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് വ്യക്തമാക്കി തരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളവും ഇംഗ്ലീഷും പൊട്ടസുറിയാനിയും ഒന്നും കൊണ്ട് പോയ കാര്യം നടക്കത്തില്ല. ഇതിന് എബ്രായ ഭാഷ പഠിക്കണം. എബ്രായ ഭാഷ പഠിക്കണോ? അത്രയും പ്രായമായി കഴിഞ്ഞിടത്ത് അത് പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ, പക്ഷേ ആവശ്യമുള്ളത് പഠിക്കാമല്ലോ. അങ്ങനെ വായനക്കാരായ നിങ്ങൾക്ക് എബ്രായ ഭാഷ മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങളെങ്ങനെ മനസ്സിലാക്കും? അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതിന് വേണ്ടിയുള്ള എബ്രായ ഭാഷ ഇതിനകത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥവും ഞാൻ അതെങ്ങനെ വന്നെന്നും എല്ലാത്തിൻ്റെ അതിൻ്റെ ഒറിജിൻ ഒക്കെ എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ പേര് ലേറ്റൻ്റ് തമ്പ് ഇംപ്രഷൻ ഓഫ് ഗോഡ്. ഇതിൻ്റെ മലയാളം വേർഷൻ ദൈവത്തിൻ്റെ മറഞ്ഞു കിടന്ന വിരലടയാളം എന്നാണ്. അതിപ്പം എൻ്റെ കയ്യിലില്ല, അത് ബാംഗ്ലൂരിലാണ്. ദൈവത്തിൻ്റെ മറഞ്ഞു കിടന്ന വിരലടയാളം, ലേറ്റൻ്റ് തമ്പ് ഇംപ്രഷൻ ഓഫ് ഗോഡ്. ഈ പുസ്തകം വളരെ ഇൻഫർമേറ്റീവാണ്. നമ്മൾ വിശ്വസിക്കാൻ വളരെ മടിക്കുന്ന പല സംഗതികളും ഇതിനകത്തുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൗവ വ്യഭിചാരം ചെയ്തതാണ് എന്നുള്ളത് ലോകത്തിൽ ആദ്യമായിട്ട് നിങ്ങളെ അറിയിക്കാൻ എനിക്കാണ് അവസരം കിട്ടിയത്. അതെങ്ങനെയാണ് എനിക്ക് കിട്ടിയ? ആ അപ്പോക്രിഫ ആൻഡ് സൂഡപ്പിഗ്രാഫിയ എന്ന് പറഞ്ഞ ബുക്കിനകത്ത് ആഡം ആൻഡ് ഈവ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് കൺഫെഷൻ ഓഫ് ഈവ് എന്ന് പറഞ്ഞ ഒന്നുണ്ട്. ഈവ്, ആദം മരിച്ചു, അവൻ്റെ ബോഡി അവിടെ കിടത്തിയിരിക്കുന്നു, 6 ദിവസമായി. ഇന്ന് ഇവൾ മരിക്കേണ്ട ദിവസമാണ്. അപ്പോൾ ഇവളെല്ലാ മക്കളെയും വിളിച്ചു. അപ്പോൾ 7ാം തലമുറക്കാരനാണ് ഈനോക്ക്. ഈനോക്കിനന്ന് 23 വയസ്സുണ്ട്. അതുവരെ ഒരൊറ്റ ആളെ മരിച്ചിട്ടുള്ളൂ. മരിച്ചതല്ല, കൊന്നതാ. അതാരാ? ഹാബേൽ. ബാക്കി എല്ലാം ആ ജനങ്ങളെ എല്ലാത്തിനെയും ഇവൾ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, മക്കളെ, നമ്മളെല്ലാവരും പറയും ആദം പാപം ചെയ്തു, ആദം പാപം ചെയ്തു. അത് തെറ്റാണ്. ആദം പാപം ചെയ്തില്ല. ആദം പാപം ചെയ്യുന്ന എന്ന് നിങ്ങൾ പറയുന്ന സ്ഥാനത്ത് പാപം ചെയ്തത് ഞാനാണ്. അതെനിക്ക് പറ്റിയ ഒരു കയ്യബദ്ധമാണ്. അതായത് ഈ ദൈവത്തിൻ്റെ ദൂതൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ അവൻ എന്നെ മയക്കിക്കളഞ്ഞു. ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഒടുവിൽ അവൻ എന്നെ വ്യഭിചരിച്ചു. അതിനകത്ത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ആ പർട്ടിക്കുലർ സെൻറ്റൻസ് തന്നെ ഞാനങ്ങ് പറയാം. എന്തുവാ? ഹീ പോർഡ് വെനം ഇൻ ടു മൈ ലോയിൻസ്. ഇത് ഹൗവ പറഞ്ഞതാണ്. ഹീ പോർഡ് വെനം ഇൻ ടു മൈ ലോയിൻസ്. ബുക്കിൻ്റെ പേര് അപ്പോക്രിഫ ആൻഡ് സൂഡപ്പിഗ്രാഫിയ ഓഫ് ദ ഓൾഡ് ടെസ്റ്റമെൻറ്റ്, ചാപ്റ്റർ ആഡം ആൻഡ് ഈവ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒന്ന് പോയി വായിച്ച് നിങ്ങൾക്ക് തെര്യപ്പെടുത്താം.